പ്രൊഡക്ഷൻ നമ്പർ 1 സ്കൂളിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. രാവിലെ 8:30 എൻ്റെ വണ്ടി വരും. അപ്പം അതിനുവേണ്ടി നിൽക്കണം. ഇന്ന് രാവിലെയാണ് ഞാൻ ചീത്തയൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ എന്തൊക്കെ ചീത്ത പറഞ്ഞാലും അമ്മാന്ന് വിളിച്ച് നമ്മളെ പുറകെ തന്നെ വരുമല്ലോ. നമ്മളുടെ മനസ്സുവലിയും അവർക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടുപോകണമല്ലോ. അത് നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ചീത്ത പറഞ്ഞെങ്കിലും ശരി, സ്കൂളിലേക്ക് വിടുന്നതിന് അവരെ ഹാപ്പി ആയിട്ട് ഞാൻ വിടാറുള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ തന്നെ ചീത്ത പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് പോയിട്ട് സംസാരിച്ച് അവരെ ഹാപ്പി ആയിട്ട് വിടാറുള്ളൂ. സ്കൂളിൽ നിന്ന് വന്നാലും അങ്ങനെ തന്നെയാണ്. പിന്നെ അവർ എന്തായാലും പ്രൊഡക്ഷൻ നമ്പർ 1 പ്രൊഡക്ഷൻ നമ്പർ 2 ഞാൻ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാം കൂടി വെറുതെ ആണ് പുറത്ത് വാങ്ങിച്ചു. ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വെറുതെ പുറത്തോട്ട് കറങ്ങാന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ. ഞാൻ എന്നുണ്ട് ഫുട്ബോൾ മഴയാണല്ലോ, ഇപ്പോൾ ജൂൺ 11 തുടങ്ങല്ലോ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോ രാജ്യത്തിന്റെയും ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതല്ലേ, പനി പിടിച്ചിരിക്കുകയാണ് ഏട്ടൻ. കുട്ടികളെല്ലാം ഞങ്ങൾ പറഞ്ഞ ശേഷം ഏട്ടൻ ക്ഷീണം മാറില്ലെന്നാണ് ആൾ ജോലിക്ക് പോയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ അതിന് നേരെ പോയത് എന്നെ കൊണ്ട് കോഴിക്കടയിലേക്കാണ്. അപ്പോൾ ഇത്തിരി പാർട്സ് വാങ്ങിച്ചു. പാർട്സ് ഒക്കെ ഇഷ്ടമാണ് ആൾക്ക്. അപ്പം ചിക്കനേക്കാൾ നല്ലത് ഇഷ്ടമാണ് പാർട്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാർട്സ് വാങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങൾ പോയെന്ന് വെച്ചാൽ കൊടകര മാർക്കറ്റിലാണ് കേട്ടോ. മാർക്കറ്റ് റോഡാണ്. അവിടെ മീനും ചിക്കനും കുറച്ചങ്ങോട്ട് ഒരു ബീഫ്, പോർക്ക്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, മത്സ്യ വിപണന അങ്ങനത്തെ സംഭവങ്ങളില്ല, മത്സ്യ മീറ്റ് വിപണന ആ ഒരു സംഭവമാണ് അത്. പിന്നെ ഇത് കാണുക വെച്ചാൽ കൊടകര ഗ്രാമപഞ്ചായത്തിന് നമ്മുടെ സാനിറ്ററി നാപ്കിനൊക്കെ നമ്മൾ ക്ലീൻ ആക്കുന്ന ഒരു ഇൻസിനേറ്റർ ആ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് പാർട്സ് ഒക്കെ വാങ്ങിയാണ് തിരിച്ചു വരുമ്പോൾ റോഡ് സൈഡിൽ താറാവിനെ ഒരാളിങ്ങനെ കൊണ്ടുവന്നുണ്ട്. എന്ത് ഭംഗിയാണ് അവറ്റുകൾ പോകുന്നത് കാണാമെന്നറിയാം. അയാൾ പറയുന്നതിനനുസരിച്ച്, അയാൾ തെളിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വാങ്ങാൻ വേണ്ടി നിന്നായിരുന്നേ. ആദ്യം 2 വാങ്ങി. പിന്നെ എന്തോ ഒരു തൃപ്തി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് 2 കൊടുത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ചു വന്നു പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ ചിക്കൻ മാത്രം വേണ്ട, ചിക്കൻ തിന്നാൻ പൊറോട്ട എന്തെങ്കിലും ഉണ്ടെങ്കിലും നല്ലതായിരിക്കില്ലേ എന്ന്. അപ്പം ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. കിട്ടി നമുക്കും കഴിക്കാമല്ലോ. അങ്ങനെ നമ്മുടെ കുറച്ച് പൊറോട്ടയും കൂടി വാങ്ങിയിട്ട് ഒരു 10-15 പൊറോട്ടയും കൂടി വാങ്ങിയിട്ട് വൈകുന്നേരം കുട്ടികൾക്ക് സ്കൂളിൽ വിട്ടാൽ കൊടുക്കുക വെച്ചാൽ ഞങ്ങൾക്കും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒന്ന് 2-3 സ്ഥലത്തേക്ക് ഇങ്ങനെ കറങ്ങി. മഴ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ നേരെ വീട്ടിലെത്തി. കുട്ടികൾ വരുന്നതിനെക്കാട്ടി മുന്നേ വീട്ടിലെത്തണം. ഒരു രാവിലെ പോയിട്ട് ഞങ്ങൾ വന്നത് 3 മണി ആയിട്ട് കേട്ടോ. വേഗം തന്നെ വന്നിട്ട് ഞാൻ ചിക്കൻ പാർട്സൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് വറുത്തിട്ട് കറി വെക്കണം കേട്ടോ. അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. കുട്ടികൾ വരുമ്പോഴത്തേക്ക് ആയിക്കോട്ടെ അവർക്ക് ചൂട് പൊറോട്ടയും കറിയൊക്കെ കൊടുക്കാമല്ലോ. അപ്പം അതിന് വേണ്ടിയുണ്ട്. അപ്പം ഞാൻ വറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വറുത്ത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് പമ്പരം കറക്കാൻ തുടങ്ങുന്നത്. പമ്പരം കറക്കൽ പിന്നെ എൻ്റെ വീക്ക്നെസ് ആണല്ലോ. പമ്പരം ഇവിടെ വാങ്ങിക്കൊണ്ടതിന് ശേഷം പിന്നെ പമ്പരം ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. ഞാനല്ല ഏട്ടനും മോനുമാണ്. രണ്ടാൾക്കും പമ്പരം ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. പമ്പരം കറങ്ങുന്നതാണെന്ന് എന്ത് ഭംഗിയല്ല. എനിക്കൊന്നും പണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇത് കടകളിലൊക്കെ സുലഭമായിട്ട് കിട്ടിയിരുന്ന സാധനമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടിക്ക് ഇതൊന്നും ഇല്ലല്ലോ. മൊബൈലും ടിവിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാത്രം മതിയല്ലോ. എൻ്റെ കുട്ടിക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ വാങ്ങിച്ചു കൊടുത്തത്. ചേട്ടൻ ഇങ്ങനെ കളിക്കുന്നതാകുമ്പോൾ അവനും കളിക്കാൻ കൊടുക്കും. അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ കുറച്ച് നേരം ചിക്കനൊക്കെ വറുത്തതിന് ശേഷം പാർട്സൊക്കെ വറുത്തതിന് ശേഷം ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ ഏട്ടൻ വന്നിട്ട് ആ ചുമതല ഏറ്റെടുത്തിട്ടോ. ഞാനാണെങ്കിൽ മോനെ സ്കൂൾ ബസ് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നേ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സ്കൂൾ ബസ് വരുന്നുണ്ട്. പേരനും കൂടി ഇറങ്ങി വന്നിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വീടിന് മുമ്പിൽ നിർത്തിട്ട ബസ്. അപ്പോൾ അവിടെ ഇങ്ങനെ നിന്നോ നോക്കുമ്പോൾ ബസ് വരുന്നുണ്ട്. ബസ് വന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കുറേ മക്കളുണ്ടായിരുന്നില്ല അതിനകത്ത്. എൻ്റെ കുട്ടി ഇറങ്ങി. മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നല്ലോണം. വരുമ്പോഴേ ചോദിക്കും നമ്മ എന്താ നല്ല മണം ഉണ്ടല്ലോ എന്ന്. അത് പറഞ്ഞ് ഞാൻ മോനോട് വർത്തനം പറഞ്ഞുകൊണ്ട് ജനലിനുള്ളിൽ കൂടി കയറ്റിട്ട് ഒരു കള്ള ചിക്കൻ പാർട്സ് വറുത്ത് വെച്ചൊക്കെ തിന്നിട്ട് കുറേ തിന്നുകയും ചെയ്തു. പിന്നെ മക്കള് മേലൊക്കെ കഴുകി വന്നതിന് ശേഷം ഞാൻ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തുട്ടാ. രണ്ടാളും പൊറോട്ടയും ചിക്കനൊക്കെ കഴിച്ചിട്ടുണ്ടേ എല്ലാവരും. അപ്പം ഞാൻ പിന്നെ രാവിലത്തെ കടലക്കറി ഉണ്ടായില്ല, ആ കടലക്കറിയും കൂടി കൂട്ടിയിട്ട് അത് പിന്നെ ഇവിടെ വേസ്റ്റ് ആവില്ല അത് വിചാരിച്ചിട്ട് ഞാനും പൊറോട്ടയും കടലക്കറിയും ചിക്കനൊക്കെ കൂടി കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് മഴയത്തിരുന്നിട്ട് അടിപൊളിയിൽ എൻജോയ് ചെയ്ത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ്. അപ്പോൾ വൈകുന്നേരത്തെ ചായ ഇങ്ങനെ കഴിഞ്ഞ് ചായ കുടിക്കാൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ തിന്നുന്ന പ്രാന്തിൽ ചായ കുറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഹാപ്പിയായി, ഏട്ടനും ഹാപ്പി, ഞാനും ഹാപ്പി. പിന്നെ കുറച്ച് നേരം മഴ വന്ന് തുറന്ന സമയത്ത് ഏട്ടൻ മുറ്റത്തുള്ള പുല്ലൊക്കെ ഒന്ന് വെട്ടി ഒന്ന് നിൽക്കരുത്, മണ്ണ് ഒലിച്ച് പോകും റോട്ടിലേക്ക്. അതുകൊണ്ട് പിന്നെ ഇത് കണ്ടത് നമ്മുടെ വെള്ളാരം കല്ലാണ് കത്തിയൊക്കെ മൂർച്ചയൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞ ഏട്ടൻ. പണ്ടൊക്കെ ഇത് വെച്ചിട്ട് മൂർച്ചയാക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്, ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, കത്തി ആകുന്ന അരം അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? വെള്ളാരം കല്ല് അങ്ങനത്തെ ഒരു ഉപയോഗമുണ്ട്, എനിക്കത് ഞാൻ ഫസ്റ്റ് ആയിട്ട് കേൾക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. പിന്നെ നമുക്കിനി ഗ്രേവി ആക്കണം, നമ്മുടെ വറുത്ത് വെച്ച് ചിക്കൻ ഗ്രേവി ആക്കണം. അപ്പോൾ കുറേ എണ്ണ ഉണ്ടായിരുന്നു, എണ്ണ കുറേ ഞാൻ മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മൾ ഹോൾ സ്പൈസസ് ഇല്ല അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടല്ലോ. പിന്നെ അവസാനം ഇത്തിരി ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗരം മസാല എല്ലാം പൊടികളും കഴിഞ്ഞു, ലാസ്റ്റ് ഉണ്ടായതാണ് അതൊക്കെ ഞാൻ പെറുക്കി അതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. ഗരം മസാലയും കൂടി ഇട്ടിട്ട് എല്ലാം നല്ല അടിപൊളിയിൽ മൊരിച്ചെടുത്ത് എല്ലാം സെറ്റായി വന്നു. കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. നല്ലോണം മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ച സംഭവം ഇതിനകത്ത് തട്ടിയിട്ട് കുറച്ചും കൂടി വേവിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പം വൈകുന്നേരത്തെ ചായയൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രിത്തേക്കുള്ള ചോറിന് വേണ്ടിയിട്ടാണ് ഇത് സെറ്റാക്കുന്നത്. പിന്നെ കുറച്ചുകൂടി ബാക്കി വെക്കണം, കാരണം കുട്ടികൾക്ക് അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ അമ്മ കുറേ ദിവസമായി പൊറോട്ട ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഉണ്ടെങ്കിൽ അമ്മ ഞങ്ങൾക്ക് തന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അടുത്ത ദിവസം അവർക്ക് പൊറോട്ടയും ചിക്കനൊക്കെ ആവാൻ വേണ്ടി ചിക്കനും കറിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കറി നമ്മുടെ ഗ്രേവി ഒക്കെ സെറ്റായി വന്നതിന് ശേഷം ഞാൻ നമ്മുടെ പാർട്സൊക്കെ അതിനകത്ത് എടുത്തിടുന്നുണ്ട്. പാർട്സൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് ഇതിൽ തന്നെ പകുതി മുക്കാലോളം നമ്മൾ തിന്നിർത്തിട്ടുണ്ട്. 2 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പകുതി മുക്കാൽ തന്നെ എല്ലാവരും തിന്നിർത്തി, പിന്നെ ബാക്കിയുള്ളതാണ്. അപ്പോൾ രാത്രി കറിക്കൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്.
സാധാരണ ഞാനങ്ങനെ വറുത്ത് വെക്കാറില്ല ചിക്കനൊക്കെ. വറുത്ത് വെച്ചാൽ ടേസ്റ്റ് കൂടും. പക്ഷെ ഇന്നിപ്പം വറുത്ത് വെക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ വെച്ചതാണ് കേട്ടോ. പിന്നെ മഴ ആകുമ്പോഴും പിന്നെ അസുഖം വരുമ്പോഴൊക്കെ ഇല്ലേ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി തോന്നുക. അങ്ങനെ ആ ഒരു ഭ്രാന്തിന് പോയിട്ട് ഏട്ടൻ വാങ്ങിക്കൊണ്ടുവന്നതാണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഞാൻ അതിനകത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പുറത്തേക്ക് വന്നപ്പോഴാണ് വേവിക്കാൻ വെച്ച ശേഷം പുറത്ത് വന്നപ്പോൾ ഉണ്ടായിട്ട് നമ്മുടെ സ്ലാബിൻ്റെ മുകളിലിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തട്ടി മാറ്റി നമ്മുടെ മഴപ്പാത്തിയില്ല അതിൻ്റെ അവിടെയുള്ള സംഭവങ്ങളൊക്കെ മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെറുങ്ങനെ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ വന്നിട്ട് പിന്നെ തേങ്ങാപ്പാൽ കുറച്ച് ചേർക്കുന്നുണ്ട്. വെറും ഒന്നാം പാല് നല്ല കട്ടിയുള്ള ഒരു പാല് ഞാൻ പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. വെറുതെ ഒരു രസത്തിന് എപ്പോഴും തേങ്ങാപ്പാലൊന്നും ഇല്ലാതല്ലേ വെക്കുക. അപ്പോൾ ഇതിൽ തേങ്ങാപ്പാലിട്ട് വെക്കാൻ വെച്ചാൽ എന്തായാലും സംഭവം കിട്ടുമായിരുന്നു. നമ്മൾ കാറ്ററിംഗ് സർവീസിലൊക്കെ വെക്കുന്ന ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടി. ഞാൻ നല്ല ഏട്ടൻ പറഞ്ഞാണ് നന്നായിട്ടുണ്ട് പ്രാവശ്യം വെച്ചതെന്ന്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിച്ചു നോക്കിയപ്പം എനിക്കും ഇഷ്ടമായി. പാർട്സ് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ? പാർട്സ് ഞാനിങ്ങനെ വെക്കുന്ന പോലെ തന്നെയാണോ നിങ്ങളൊക്കെ വെക്കാറുള്ളത്? എന്തായാലും കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ കുറച്ച് ചായ ഒക്കെ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ പുറത്തെ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇത്തിരി ചായ വെച്ചിട്ടുണ്ട്. നേരത്തെ ചായ കുടിച്ചില്ലല്ലോ, ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ ഒക്കെ കൊടുക്കെല്ലാം ചെയ്ത് കറികളൊക്കെ ആയതിനു ശേഷം പിന്നെ വൈകുന്നേരം 6:30 ഞാൻ കുട്ടികൾ പഠിക്കാനിരുന്നുണ്ട് കേട്ടോ. പഠിക്കുകയാണെങ്കിൽ ഒരാൾ ഡെപ്പോസ്റ്റാർ കറക്കാൻ, ഡെപ്പോസ്റ്റാർ ഭയങ്കര ഇഷ്ടമാണ്. ഡെപ്പോസ്റ്റാർ ഇങ്ങനെ കറക്കിയെടുക്കാൻ എനിക്ക് കാണിച്ചിരുന്നതാണ് വീഡിയോയിൽ. അത് വീഡിയോ എടുക്കുക കമൻറ്റ് വരുമോ നമുക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ ആൾ നല്ല അടിപൊളി ഡെപ്പോസ്റ്റാർ കറക്കൂട്ടാ. പിന്നെ ഏട്ടൻ അപ്പുറത്തേക്ക് മോന് എന്തോ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, എന്തോ ചെയ്യാൻ വരക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ താഴെ ഇരുന്നിട്ട് അമ്മൂനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഓരോ ദിവസങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാളും പഠിച്ചു തന്ന് എല്ലാം കേൾപ്പിക്കെല്ലാം ചെയ്തു തന്ന് ഞാനും അടുത്തുനിന്ന് അവരെ നിയന്ത്രിക്കുന്നുണ്ട്. ഒരാളടുത്തിരിക്കും പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രണ്ടും തമ്മിൽ അടിയും കളിയും ഒക്കെ ആവും, പഠിക്കൽ നടക്കില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്താണ് ചെറിയതായിട്ട് മഴ ചാറുന്നുണ്ട്, വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഭക്ഷണം എടുത്തിട്ട് ഞങ്ങളെല്ലാവരും കഴിച്ചു. ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കുന്നത്. ഞാൻ രാവിലത്തെ കടലക്കറി ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു. ഏട്ടന് മാമ്പഴം കറിയും കൂട്ടി കഴിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇത് ഞാൻ ഇന്നലെ തൈര് ഉണ്ടാക്കി. അങ്ങനെ കുറച്ച് പാല് ഉണ്ടായപ്പോൾ ഞാൻ ആ പാല് ഇത്തിരി തൈര് അതിനകത്ത് ഇട്ടിട്ട് ഞാൻ ഒഴിച്ചെടുത്ത് ഒഴിക്കാനല്ലേ പറയാം. അങ്ങനെ ഇപ്പോൾ തൈരായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള അടിപൊളി തൈരായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അടുക്കളയിൽ രാത്രി കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. പാത്രങ്ങൾ കഴുകലും പിടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്ന് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി രാത്രി എൻ്റെ കൂട്ടുകാരി വരും മുറ്റത്ത്. എന്നെ കണ്ടാൽ അവൾ പോലും, അവളെ കണ്ടാലും ഞാൻ ഉറങ്ങാറില്ല. മിക്കവാറും എൻ്റെ കൂടെ രാത്രി മുറ്റത്തായിട്ടുണ്ടാവും. അപ്പോൾ അവളൊരു ഗുഡ് നൈറ്റും പറഞ്ഞ് ഞങ്ങളെല്ലാവരും പോയി കിടന്നുറങ്ങി. പിന്നെ ഞാൻ വീഡിയോ കൊണ്ട് വരിക. ടാറ്റ ബൈ ബൈ.